നിറവിലേക്ക് സ്വാഗതം. എല്ലാം നേടിയെടുക്കാൻ എല്ലാം ദൈവത്തിന് കൊടുക്കുക, ഒന്നും അന്വേഷിക്കരുത്. നിഷ്കളങ്കരായ ദൈവത്തിൽ ഉറച്ചു നിന്നാൽ അവിടുന്ന് നമ്മെ സ്വന്തമാക്കും. വിശുദ്ധ പാത്രേ പിയോയുടെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് നമുക്ക് നിറവാരംഭിക്കാം. ലൂസിയ ലിംന ആലപിക്കുന്ന നീയൻ ഭവനത്തിൽ എന്ന ഗാനമാണ് ആദ്യം. അറിയാതിൻ ഹൃദയം ചാഞ്ഞുപോയി നാ
ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് ഷിജി ടീച്ചറാണ്. കാണാം തോട്ട്സ് ഫോർ ലൈഫ്. ജീവിതത്തിൽ സംഭവിക്കുന്നത് മുഴുവൻ സുഖകരമാകാനും എല്ലാ അനുഭവങ്ങളും സന്തോഷകരമാക്കാനുമുള്ള മന്ത്രവിദ്യയൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. ജീവിതത്തെയും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെയുമൊക്കെ സധൈര്യം നേരിടാൻ സാധിക്കണം. അത് ദൈവത്തിൻ്റെ ഇച്ഛയ്ക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കണം. ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ സാധിക്കണം. അങ്ങനെയാകുമ്പോൾ ജീവിതത്തിൻ്റെ തന്നെ നിയന്ത്രണം, അനുഭവങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ നിയന്ത്രണം കുറേയൊക്കെ നമ്മുടെ കയ്യിലാവുക തന്നെ ചെയ്യും. ഇത് പറയുവാൻ എളുപ്പമാണ് എന്നായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലെ ചിന്ത. ഒരു സംഭവം പറയാം, ചരിത്രത്തിൽ നിന്നെടുത്തതാണ്. ഐറീന സെന്റിലോറോവ എന്ന പേര് ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും. 2ാം ലോകമഹായുദ്ധകാലത്തെ പോളണ്ടുകാരിയായ ഒരു കത്തോലിക്ക നേഴ്സായിരുന്നു ഐറീന. അതായത് ജർമ്മൻ പട്ടാളം, നാസി പട്ടാളം പോളണ്ട് കീഴടക്കി യഹൂദന്മാരെയൊക്കെ തിരഞ്ഞു പിടിച്ചു കൊല്ലുന്ന സമയത്താണ് ഐറീന ഒരു നേഴ്സായും അതിൽ കൂടുതലായി ഒരു സാമൂഹ്യ പ്രവർത്തകയുമായും തൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഈ നാസി പട്ടാളം യഹൂദരെ കൊന്നൊടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി നിലവറ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് അവരെ കുടുംബസമേതം താമസിപ്പിക്കുമായിരുന്നു. കുറേ അധികം പേർ ഒന്നിച്ച് പട്ടിണിയിലും മറ്റു ദാരിദ്ര്യ അവസ്ഥയിലും കഴിയുമ്പോൾ അവിടെ സ്വാഭാവികമായും പകർച്ചവ്യാധികളും അതുമൂലമുണ്ടാകുന്ന മരണങ്ങളും കൂടുതലായി. ഈ അവസരത്തിൽ നിസ്സഹായരായ ചില ആളുകൾ ഇങ്ങനെ ഈയാമ്പാറ്റകളെ പോലെ മരിച്ചു വീഴുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ ഐറീനയ്ക്കാവുമായിരുന്നില്ല. അതുകൊണ്ട് അവൾ അവിടേക്ക് സാമൂഹ്യ പ്രവർത്തന രംഗത്തേക്ക് തന്നെ കടന്നു വന്നു. ധൈര്യസമേതം ഐറീന ചെയ്തത് ജർമ്മൻ പട്ടാളത്തിൻ്റെ മുൻപിൽ കൂടെ തന്നെ യഹൂദ കുടുംബത്തിലെ കുഞ്ഞുങ്ങളെ അവൾ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. നേരെയൊന്നും അല്ല രക്ഷപ്പെടുത്തുന്നത്, പലപ്പോഴും ഉരുളക്കിഴങ്ങ് കൊണ്ടുവരുന്ന ചാക്കിൻ്റെ ഉള്ളിലാക്കി, ചിലപ്പോഴൊക്കെ ആംബുലൻസിനകത്ത് ശവപ്പെട്ടികളുടെ ഇടയിലാക്കി, അതുമല്ലെങ്കിൽ നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുവരുന്ന പെട്ടികളുടെ ഉള്ളിലാക്കി, ഇനിയും വേറെ ചില അവസരങ്ങൾ ചില പ്രത്യേക തുരങ്കങ്ങൾ നിർമ്മിച്ചൊക്കെ ഈ തടവറയിലാക്കപ്പെട്ട യഹൂദ കുടുംബങ്ങളിൽ നിന്നും കുട്ടികളെ ഐറീന രക്ഷപ്പെടുത്തുമായിരുന്നു. ഈ കുട്ടികളെ രക്ഷപ്പെടുത്തി പുറം ലോകത്തെത്തിച്ചാൽ അവരെ ദത്തെടുക്കാൻ മനസ്സുള്ളവരെ കണ്ടെത്തുകയാണ് ഐറീനയുടെ അടുത്ത നടപടി. അങ്ങനെ ആ കുട്ടികളെ ദത്തെടുക്കാൻ തയ്യാറുള്ളവരുടെ പക്കലും ഏൽപ്പിക്കും, അധികമുള്ളവരെയൊക്കെ അനാഥാലയങ്ങളിലും ഏൽപ്പിക്കും. പക്ഷേ താൻ രക്ഷപ്പെടുത്തിയ ഏതാണ്ട് 2500-ലധികം വരുന്ന കുട്ടികളെക്കുറിച്ചുള്ള വിവരങ്ങൾ മുഴുവൻ ഐറീനയുടെ ഡയറിയിലുണ്ടായിരുന്നു. അതിൻ്റെ ഉദ്ദേശം യുദ്ധമൊക്കെ കഴിയുമ്പോൾ ഈ കുട്ടികളെ അവരുടെ യഥാർത്ഥ മാതാപിതാക്കളുമായി കൂട്ടിച്ചേർക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ യുദ്ധം കഴിഞ്ഞപ്പോഴേക്കും ഐറീന രക്ഷപ്പെടുത്തിയ കുട്ടികളിൽ പലരുടെയും മാതാപിതാക്കൾ മരണമടഞ്ഞു കഴിഞ്ഞിരുന്നു. എന്തായാലും കൊള്ളാം, ഐറീനയുടെ ഈ പ്രവർത്തനം, സാമൂഹ്യ പ്രവർത്തനം ജർമ്മൻ പട്ടാളം സംശയത്തോടെ വീക്ഷിക്കുകയും അവർ ഐറീനയെ തടവിലാക്കുകയും ചെയ്തു. തടവിലാക്കിയ ഐറീനയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെയാണ് വധശിക്ഷ വിധിച്ചത്. വധശിക്ഷയ്ക്കായി ഐറീനയെ അവൾ താമസിച്ചിരുന്ന സെല്ലിൽ നിന്നും പുറത്ത് ഒരു ഗ്രൗണ്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിനിടയ്ക്ക് ഒരു മുതിർന്ന ജർമ്മൻ പട്ടാള ഓഫീസർ ഇടയിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇവളെ എനിക്ക് കൂടുതൽ ചോദ്യം ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞിട്ട് കൊല്ലാൻ വിടാം. അതുകൊണ്ട് അവളെ കൂട്ടിക്കൊണ്ടു വന്ന 2 ഭടന്മാരും മാറിപ്പോയി. ഈ ജർമ്മൻ ഓഫീസർ ചോദ്യം ചെയ്യാനെന്ന വ്യാജേന കൊണ്ടുപോയിട്ട് ആരുമില്ലാതിരുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവളോട് ഓടി രക്ഷപ്പെട്ടുകൊള്ളാൻ പറയുകയാണ്. ഐറീന സർവ്വശക്തിയും എടുത്ത് ഓടി രക്ഷപ്പെട്ടു. പിന്നീട് അവൾ അറിഞ്ഞു, അവൾ കൂടി ഭാഗമായിരുന്ന സന്നദ്ധ സംഘടന ഈ ജർമ്മൻ ഓഫീസർക്ക് കൈക്കൂലി കൊടുത്താണ് അവളുടെ രക്ഷപ്പെടൽ ആസൂത്രണം ചെയ്തതത്രേ. എന്തായാലും കൊള്ളാം, തടവിൽ നിന്നും വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന ഐറീന പൂർവാധികം ശക്തിയോടെ തൻ്റെ സാമൂഹ്യ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അങ്ങനെ യുദ്ധം കഴിഞ്ഞപ്പോൾ രാജ്യം ഐറീനയെ ഒത്തിരിയേറെ ബഹുമതികൾ നൽകി ആദരിക്കുകയുണ്ടായി. പിന്നീട് എപ്പോഴോ തന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന പത്രക്കാരോടും യുവജനങ്ങളുടെ പ്രതിനിധികളോടുമായി ഐറീന പറഞ്ഞു ഒരു കാര്യമുണ്ട്. ആരെങ്കിലുമൊക്കെ പ്രതിസന്ധികളിലായിരിക്കുന്നത് കണ്ടാൽ ഒരിക്കലും എനിക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല. എനിക്ക് നീന്തൽ അറിയാമോ ഇല്ലയോ എന്നതല്ല പ്രശ്നം, മുങ്ങിത്താഴുന്ന ഒരാളെ കണ്ടാൽ ഞാൻ ചാടിയിരിക്കും. ഇതിനുള്ള പരിശീലനം എനിക്ക് കിട്ടിയത് ചെറുപ്പത്തിൽ എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് തന്നെയാണ്, പ്രത്യേകിച്ച് എൻ്റെ പിതാവിൽ നിന്നും.
ഐറീനയുടെ പിതാവ് ഒരു ഡോക്ടറായിരുന്നു. അദ്ദേഹം ടൈഫോയിഡ് ബാധിച്ചവരെ ചികിത്സിക്കാൻ വേണ്ടി ധൈര്യസമേതം പോയ ഒരു ഡോക്ടറായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് ടൈഫോയിഡിന് പ്രതിവിധി ഉണ്ടായിരുന്നില്ല. പകർച്ചവ്യാധി പിടിപെട്ടാൽ മരണം ഉറപ്പായിരുന്നു. മറ്റു ഡോക്ടർമാരൊക്കെ ചികിത്സിക്കാൻ മടിച്ചു നിൽക്കുമ്പോഴും ഐറീനയുടെ പിതാവ് ടൈഫോയിഡ് ബാധിച്ചവരെ ചികിത്സിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമായിരുന്നു. എന്നിട്ടെന്തേ, അതേ രോഗം പിടിപെട്ട് അദ്ദേഹം മരണശയ്യയിലായി. മരണശയ്യയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകളായ ഐറീനയ്ക്ക് 8 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ആ 8 വയസ്സുകാരിയെ തൻ്റെ അടുത്ത് വിളിച്ചു നിർത്തി ആ പിതാവ് പറഞ്ഞതിങ്ങനെയാണ്: മോളെ, ഒരാൾ മുങ്ങിത്താഴുന്നത് കണ്ടാൽ നിനക്ക് നീന്തൽ അറിയില്ലെങ്കിലും ഒന്ന് ചാടി നോക്കണം. ഒരുപക്ഷെ അയാളെ കരകയറ്റാൻ നമുക്ക് സാധിച്ചാലോ? ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഈ ഒരു പാഠമായിരുന്നു ആ കൊച്ചുമകളുടെ മനസ്സിൽ പതിഞ്ഞിരുന്നത്. അത് തന്നെയാണ് വളർന്നപ്പോഴും അവൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതത്രേ. പ്രതിസന്ധികൾ മനുഷ്യരെ ഒന്നാക്കുകയും ബന്ധങ്ങളിൽ സൗന്ദര്യവും പാരസ്പര്യവും നിറയ്ക്കുകയും ചെയ്യുന്നു. ശരത്കാലത്തെ കൊടും തണുപ്പ് മഞ്ഞുകട്ടകൾക്ക് രൂപം കൊടുക്കുകയും പിന്നീട് വെയിൽ തെളിയുമ്പോൾ ഈ മഞ്ഞുകട്ടകളൊക്കെ ഉരുകി വെള്ളമാവുകയും ചെയ്യുന്നത് പോലെ ഇന്ന് നമ്മുടെ ചുറ്റുപാടും നമുക്ക് ദുരിതങ്ങളും സങ്കടത്തിൻ്റെ കടലുകളുമാണ് കാണാൻ സാധിക്കുക. കാരണം കൊറോണ എന്ന മഹാമാരി മൂലം ഉറ്റവർ നഷ്ടപ്പെട്ടവർ, തൊഴിൽ നഷ്ടപ്പെട്ടവർ, രോഗങ്ങൾ മൂർച്ഛിച്ചവർ, വ്യവസായങ്ങളൊക്കെ പ്രതിസന്ധിയിലായവർ, കടക്കെണിയിലായവർ, അങ്ങനെ ദുരിതങ്ങളുടെ ഭാണ്ഡം പേറി നടക്കുന്നവരാണ് നമ്മുടെ ചുറ്റുപാടുമൊക്കെ. ഈ പ്രതിസന്ധികളിലൊക്കെ നമുക്ക് പാരസ്പര്യത്തോടെ കൈകോർത്ത് പിടിക്കാൻ സാധിക്കണം. ഈ പ്രതിസന്ധികൾ നമ്മുടെ ബന്ധങ്ങളിൽ കൂടുതൽ പാരസ്പര്യവും കൂടുതൽ സൗന്ദര്യവും നിറയ്ക്കാനും ഉതകുകയും വേണം. ഈ പ്രതിസന്ധികളും ദുരിതങ്ങളുമൊക്കെ പലപ്പോഴും മൂർച്ചയേറിയ വായ്ത്തല പോലെയാണ്. ഈ മൂർച്ചയേറിയ വായ്ത്തലയിൽ തന്നെ പിടിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ കൈമുറിഞ്ഞ് ചോര വാർന്ന് വല്ലാതെ തളർന്നു പോകും. പക്ഷേ അവയുടെ പിടിയിലാണ് നാം പിടിക്കുന്നതെങ്കിൽ നമുക്ക് ദുരിതങ്ങളെ അല്ലെ പ്രതിസന്ധികളെ കീഴ്മേൽ മറിക്കാൻ സാധിക്കും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ ഇരുമ്പിന് സമാനമാകണം. നമ്മെ തട്ടി ക്ലേശങ്ങളുടെ മുൾമുന അല്ലെങ്കിൽ വാൾമുനയൊക്കെ ഒടിഞ്ഞു പോകണം. അത്രയേറെ കരുത്താർജിക്കാൻ നമുക്ക് സാധിക്കണം. ഈ കരുത്തിനു വേണ്ടി, ഈ മനോബലത്തിനു വേണ്ടി ദിവസേന എന്ന വണ്ണം ദൈവത്തോട് നാം നിരന്തരമായി പ്രാർത്ഥിക്കുകയും വേണം. കൃത്യമായി പ്രാർത്ഥനയും ദൈവാശ്രയ ബോധവും ഉള്ളവർക്ക് പ്രതിസന്ധി ഘട്ടങ്ങളെ മറ്റുള്ളവരെക്കാൾ എളുപ്പത്തിൽ തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അല്പം പോലും തർക്കമില്ലാത്ത കാര്യമാണ്. ഒരിക്കൽ കർഷകരായ ദമ്പതികൾ അവരുടെ പാടശേഖരത്തെ പണിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലേക്ക് പോവുകയാണ്. കായലിലൂടെ ഒരു ചെറിയ വഞ്ചിയിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ദൂരെ മാനം ഇരുണ്ടു, കാറ്റും കോളും ഉയർന്നു വരുന്നത് കണ്ടുകൊണ്ട് ഈ ഭാര്യ ഭർത്താവിനോട് പറയുകയാണ്, വള്ളം മറിയുമെന്ന് തോന്നുന്നു, ഇതൊരു കൊച്ചു വള്ളമാണ്, കായലിൻ്റെ നടുക്കും എത്തിയിരിക്കുന്നല്ലോ. വല്ലാതെ ഒരു ഭീതി അവരുടെ മുഖത്തുണ്ടായിരുന്നു. ഭർത്താവാകട്ടെ ശാന്തനായി തന്നെ വള്ളം തുഴയുകയാണ്. കുറച്ചുകൂടെ നീങ്ങുമ്പോഴും ഈ വഞ്ചി ഇങ്ങനെ ആടി ഉലയുന്നുണ്ട്. ഭാര്യയുടെ മുഖത്തെ പേടിയും വർദ്ധിച്ചു വന്നു. ഈ ഭർത്താവ് തുഴച്ചിൽ നിർത്തിയിട്ട് താൻ പണിയായുധമായി കൊണ്ടുപോയിരുന്ന മൂർച്ചയുള്ള ഒരു അരിവാൾ ഈ സ്ത്രീയുടെ കഴുത്തിലേക്ക് വെച്ച് അമർത്തി. പക്ഷേ അവർ അല്പം പോലും കൂസലില്ലാതെ ഇരുന്നു. അവർക്കപ്പോൾ കാറ്റിനെയും കോളിനെയും ഒന്നും പേടിയില്ലായിരുന്നു. ഭർത്താവ് തന്നെ കൊല്ലുമോ എന്നൊരു ചിന്ത പോലും അവരുടെ ഉള്ളിലൂടെ പോകുന്നില്ല. ഭർത്താവ് അപ്പോൾ അവരോട് ചോദിക്കുകയാണ്, നിനക്ക് പേടിയില്ലേ? അവൾ തിരിച്ചു പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഭർത്താവല്ലേ, നിങ്ങൾ എന്നെ കൊല്ലില്ല, നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ പറ്റില്ല, നിങ്ങളിതെന്നെ വെറുതെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സറിയാൻ വേണ്ടി ചെയ്യുന്നതാണ്, എനിക്ക് നിങ്ങളെ നല്ല വിശ്വാസമാണ്. അപ്പോൾ ഭർത്താവ് ഉടനെ പറഞ്ഞ ഒരു മറുപടിയുണ്ട്, നമ്മൾ ഈ യാത്ര ചെയ്യുന്ന വഞ്ചിയും ഈ യാത്ര ചെയ്യുന്ന അതിവിശാലമായ ഒത്തിരിയേറെ ആഴമുള്ള കായലും അല്ലെങ്കിൽ കാറ്റും കോളുമൊക്കെ ദൈവത്തിന് എത്രയോ നിസാരമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കൺമുമ്പിലൂടെയല്ലേ നമ്മൾ പോകുന്നത്, ദൈവത്തിൻ്റെ കരവിരുതാലല്ലേ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടതും നമ്മൾ ഈ ജീവിതത്തിൽ ജീവിച്ചു പോകുന്നതും. ദൈവമറിയാതെ എന്തെങ്കിലും സംഭവിക്കുമോ? ദൈവം നമ്മളെ സ്നേഹിക്കുന്നില്ലേ? അപ്പോൾ പിന്നെ നമുക്ക് ദോഷമായിട്ടൊന്നും വരില്ല. ആ ദൈവത്തിൻ്റെ പരിപാലനയിൽ നാം മുഴുവനായും വിട്ടുകൊടുത്തങ്ങ് യാത്ര ചെയ്താൽ മതി. അതുകൊണ്ട് നീ ധൈര്യമായിരിക്കുക. അതോടെ ആ സ്ത്രീക്ക് മഴയോടും അല്ലെങ്കിൽ ഉയർന്നു വരുന്ന ആ കാറ്റിനോടുമുള്ള ഭീതി മാറി അവർ ധൈര്യസമേതം അതിലിരുന്നു. അവർ സുരക്ഷിതരായി വീട്ടിലെത്തി എന്നാണ് ഈ കുട്ടിക്കഥ അവസാനിപ്പിക്കുന്നത്.
പ്രിയമുള്ളവരെ, ഇങ്ങനെ ആയിരിക്കണം പ്രതിസന്ധികളിലൂടെയുള്ള നമ്മുടെ ജീവിതവും. പ്രാർത്ഥനകളായിരിക്കണം നമ്മുടെ ശക്തി. ചെരുപ്പണിയുന്നവന് അല്ലെങ്കിൽ പാദരക്ഷ അണിയുന്നവന് ഭൂമുഖം മുഴുവൻ അല്ലെങ്കിൽ കല്ലും മുള്ളും നിറഞ്ഞ പാതകൾ മുഴുവൻ മൃദുവായി തന്നെ അനുഭവപ്പെടുന്നത് പോലെ പ്രാർത്ഥനയുടെ കവചമുള്ളവർക്ക് എത്ര വലിയ പ്രതിസന്ധികളിലൂടെയും വളരെ സുരക്ഷിതരായിട്ട് സമാധാനത്തോടെ മുൻപോട്ട് പോകുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ദിവസങ്ങളിലും പ്രാർത്ഥന നമുക്ക് ആത്മവിശ്വാസമേകണം. പ്രതിസന്ധിയോ ബുദ്ധിമുട്ടോ ഉണ്ടാകുമ്പോഴല്ല നമുക്ക് പ്രാർത്ഥന വേണ്ടത്, അല്ലെങ്കിൽ അപ്പോൾ മാത്രമല്ല പ്രാർത്ഥന വേണ്ടത്. ദിവസേന എന്നവണ്ണം നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് പ്രതിസന്ധികൾ പ്രത്യേകമായ ഒരു ക്ലേശം സമ്മാനിക്കുകയില്ല. കൊടുങ്കാറ്റ് നിലയ്ക്കാൻ വേണ്ടി കാത്തിരിക്കലല്ല, പേമാരിയിൽ നൃത്തം വയ്ക്കാൻ ശീലിക്കുന്നതാണ് യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത്. കൊടുങ്കാറ്റൊക്കെ നിലച്ചിട്ട് വേണം എനിക്ക് ജീവിക്കാൻ, അല്ലെങ്കിൽ പേമാരിയൊക്കെ ഒന്ന് തോർന്നിട്ട് വേണം എനിക്ക് ജീവിക്കാൻ എന്ന് നമ്മൾ ആരും കാത്തിരിക്കേണ്ട കാര്യമില്ല. പേമാരി പെയ്യട്ടെ, കൊടുങ്കാറ്റ് അങ്ങനെ വീശിക്കൊണ്ടും ഇരിക്കട്ടെ, അതിനിടയിലൂടെ തന്നെ ജീവിക്കാനായിരിക്കണം നമ്മുടെ ശ്രമം. ജീവിതത്തിൽ സംഭവിക്കുന്ന പലതും നമുക്ക് നല്ലതായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് തന്നെ വളരെ നാളുകൾക്ക് ശേഷമായിരിക്കും. ആദ്യമൊക്കെ ദോഷമായിരുന്നു, ദുഃഖകരമായിരുന്നു എന്ന് തോന്നിയത് പോലും പിന്നീട് നമുക്ക് നല്ലതായിട്ട് സംഭവിക്കുന്ന ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാട്ടാൻ സാധിക്കും. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, ജീവിതത്തെയും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെയും മുഴുവൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ജീവിതം മുഴുവൻ സുഖകരമായും ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ എല്ലാം സന്തോഷകരമായും കൊണ്ടുപോകാനുള്ള മന്ത്രവിദ്യ ആർക്കും അറിഞ്ഞുകൂടാ. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മെ മുഴുവനായും വിട്ടുകൊടുക്കുക. സധൈര്യം ജീവിതത്തെ നേരിടുക. ഫോർഗീവ്നെസ് എന്ന ഷോർട്ട് മൂവിയുമായാണ് നിഷ ചേച്ചി ഇന്നെത്തിയിരിക്കുന്നത്. കാണാം പോസിറ്റീവ് വൈബ്സ്. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. കൊച്ചു കുഞ്ഞുങ്ങളിൽ നിന്നാണ് പലപ്പോഴും നമ്മൾ വലിയ പാഠങ്ങൾ പഠിക്കാറ്. അവരുടെ മനോഭാവങ്ങളും ചിലപ്പോഴൊക്കെ അവരുടെ സംസാരങ്ങളും ഒക്കെ നമ്മളെ അതിശയിപ്പിക്കുന്നതും ഉൾക്കാഴ്ചകൾ നൽകുന്നതുമാണ്. അത്തരത്തിൽ 2 കൊച്ചു കുഞ്ഞുങ്ങളുടെ സംഭാഷണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. 유나, 너 왜 계속 연우랑 놀아? 응? 아니, 연우가 너 계속 다치게 하잖아. 맨날 상처 내고 때리고 장난도 너무 심하고. 이번에 나도 같이 때렸는데. 그래? 응. 연우가 나 때려서 나도 쫓아가서 연우가 팍 때렸어. 그래서? 그래서 연우가 일어나서 여기를 팍 때렸어. 그래서 같이 놀았어. 놀았다고? 도시학교로 나갔는데. 야, 이윤, 너 바보야? 그리고 같이 놀면 어떡해? 그럼 어떡해? 다시 때렸어야지. 또? 그래, 걔가 다시 때렸다며. 또 때렸어야지. 그럼 언제 놀아? 어? 연우가 때리고 나도 때리고 연우가 때리고 그럼 언제 놀아? 나 그냥 놀고 싶은데. 누나 언제 써? 이거 누나가 다 쌀 거야? കളിക്കിടയിൽ ഇടയ്ക്കിടെ വഴക്കുണ്ടാക്കുകയും വഴക്കിനിടയിൽ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു സുഹൃത്തിനെക്കുറിച്ചാണ് ഈ 2 കുഞ്ഞുങ്ങളുടെയും സംസാരം. ഇടി കിട്ടിയിട്ടും വീണ്ടും ഇതേ സുഹൃത്തിൻ്റെ കൂടെ കളിക്കാൻ പോകുന്ന അനിയത്തിയോട് ചേച്ചിക്ക് പിണക്കമാണ്. 2 പേരുടെയും മുഖത്ത് ഉപദ്രവിക്കപ്പെട്ടതിൻ്റെ ചെറിയ പാടുകളും ഉണ്ട്. ഇത്തവണ അവൻ എന്നെ ഇടിച്ചപ്പോൾ
ഞാനും അവനെ തിരിച്ചടിച്ചു. എന്നിട്ടോ? ചേച്ചിയുടെ ചോദ്യം. അതിനുശേഷം ഞങ്ങൾ രണ്ടും ട്രഷർ ഹണ്ട് കളിച്ചു. ഇത് കേട്ട ചേച്ചിക്ക് വീണ്ടും ദേഷ്യം കൂടുകയാണ്. ഇടി കിട്ടിയിട്ടും നീ വീണ്ടും എന്തിനാണ് അവൻ്റെ കൂടെ കളിക്കാൻ പോകുന്നത്? ഇടിക്കുമ്പോൾ നീ അവനെ വീണ്ടും തിരിച്ചടിക്കണം. ഇതാണ് ചേച്ചിയുടെ ഡിമാൻഡ്. ഇതിന് അനിയത്തിക്കുട്ടി കൊടുക്കുന്ന മറുപടി ഏറെ ചിന്തിപ്പിക്കുന്നതാണ്. അവൻ എന്നെ ഇടിക്കുമ്പോൾ ഞാൻ അവനെ തിരിച്ചടിക്കും. അപ്പോൾ അവൻ എന്നെ വീണ്ടും ഇടിക്കും. അപ്പോൾ ഞാൻ അവനെ വീണ്ടും തിരിച്ചടിക്കും. അങ്ങനെ തുടർന്നു പോയി കഴിഞ്ഞാൽ എനിക്കെപ്പോഴാണ് കളിക്കാൻ സമയം കിട്ടുക? എനിക്ക് വേണ്ടത് അവൻ്റെ കൂടെ കളിക്കുകയാണ് എന്നാണ് അനിയത്തിയുടെ മറുപടി. നമ്മുടെ ജീവിതവും ഏതാണ്ട് ഇതുപോലെയാണ്, ഒരു ട്രഷർ ഹണ്ട് പോലെ. അതിനിടയിൽ മുറിപ്പെടുത്തുന്ന, അറിഞ്ഞോ അറിയാതെയോ നമ്മളെ ഉപദ്രവിക്കുന്ന അനേകർ നമ്മുടെ കൂടെയുണ്ടാവും. പക്ഷേ നിർത്താതെ യുദ്ധം ചെയ്യും തോറും കളിയുടെ രസം ചോർന്നു പോകും. ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ നമുക്ക് നഷ്ടമാകും. ജീവിതം നിരന്തരമായി യുദ്ധം ചെയ്തു തീർക്കേണ്ട ഒന്നല്ല. മറിച്ച് ചില കാര്യങ്ങളൊക്കെ വിട്ടുകളയുമ്പോൾ, മറന്നു കളയുമ്പോൾ മാത്രമാണ് ഏറ്റവും മനോഹരമായ മുഹൂർത്തങ്ങൾ, ജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങൾ നമുക്ക് ആസ്വദിക്കുവാൻ കഴിയുക. മനസ്സിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരുപാട് മുറിപ്പെടുത്തുന്ന ഓർമ്മകളുണ്ടാവാം. കൂടെയുള്ളവർ ചിലപ്പോഴൊക്കെ നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ടാവാം. മുമ്പോട്ടുള്ള യാത്രയിൽ ഇനിയും ഉപദ്രവിച്ചെന്നിരിക്കും. ചിലപ്പോഴൊക്കെ നമ്മളും അറിഞ്ഞോ അറിയാതെയോ ഉപദ്രവിച്ചിട്ടുണ്ടാകാം. പക്ഷേ അതിനേക്കാളൊക്കെ വലുതാണ് കണ്ടെത്താൻ പോകുന്ന നിധിയും അതിലേക്കുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള വഴികളും. ജീവിതത്തിൻ്റെ മനോഹാരിത ചോർന്നു പോകാതിരിക്കണമെങ്കിൽ പലതും നമ്മൾ മറക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഇതിന് ഏറ്റവും ഉചിതമായ സമയം? വിശുദ്ധ പാത്രേ പിയോയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാം നേടിയെടുക്കാൻ എല്ലാം ദൈവത്തിന് കൊടുക്കുക, ഒന്നും അന്വേഷിക്കരുത്. നിഷ്കളങ്കരായ ദൈവത്തിൽ ഉറച്ചു നിന്നാൽ അവിടുന്ന് നമ്മെ സ്വന്തമാക്കും. ഇന്നത്തെ നിറവ് ഇവിടെ അവസാനിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. തിങ്കളാഴ്ച ഇതേ സമയം കണ്ടുമുട്ടുന്നത് വരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.